ടർപ്പറ്റ് കളിക്കുന്നു. 3 നേരം കഴിച്ചാൽ കുറയും. മരുന്ന് കുറയല്ലേ? മരുന്നല്ല, തന്റെ അസുഖം കുറയുന്നു. യോഗ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാം. എങ്ങനെയുണ്ട് കുമാര നാടൻകുളിയൊക്കെ? ചേട്ടനൊന്ന് വന്ന് കാണ്. ഞങ്ങളുടെ മുഖത്ത് വരുന്ന ഓരോരോ സാധനങ്ങള്. ചീഞ്ഞ മുട്ടയും തക്കാളി ആയിരിക്കും. ഞാൻ ഉദ്ദേശിച്ച എക്സ്പ്രഷനാ. കൂടുതൽ സംസാരിച്ച അവയവങ്ങൾ കുറയും. ഡ്യൂട്ടി ചെയ്യാൻ സമയം. എന്താണത്? ഇന്നലെ രാത്രി കുറുപ്പിന്റെ വീട്ടില് കള്ളം കയറിയ കിട്ടിയായിരിക്കും. ആഹാ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? പിന്നെ എന്നിട്ട് അബ്ദുക്ക പോലീസ്. ഞാനിപ്പോ യേശുക്രിസ്തുവിന്റെ അവസ്ഥയിലാ. ഇടവും വലവും. ഉറപ്പേ, ഇത് നിങ്ങളുടെ വകയാണോ? അതെല്ലോ. ഈശ്വര, ഇത് എവിടെ നിന്ന് കിട്ടി? വിൽക്കാൻ ശ്രമിച്ചപ്പോഴാ പിടിച്ചത്. നിങ്ങൾ പരാതി തന്നതുകൊണ്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അതെ, എല്ലാവരും ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചിട്ടല്ലേ? ഞാൻ ലക്ഷ്മിയായിട്ട് ഒന്ന് സംസാരിച്ചിട്ട് വരാം. അയ്യടാ, അത് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇന്നലെ കിട്ടിയവന്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എടാ, ഈ നാട്ടിൽ വേറെ ആരോടെ എനിക്ക് കൂട്ടാനായിട്ടുള്ളത്? പ്ലീസ്. കുമാരൻ, ഈ തെണ്ടിത്തരത്തിന് കൂട്ടിക്കില്ലാട്ടോ ഞാൻ. ഇതെന്റെ ലാസ്റ്റ് തപ്പറ. അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഓ ആയിക്കോട്ടെ. പിന്നെ ആരെങ്കിലും ശ്രദ്ധിക്കണമെങ്കിൽ ഒന്ന് വിസിലടിച്ചാ മതി. ഓക്കെ, ഞാൻ ഏറ്റു. ആരെങ്കിലും ശ്രദ്ധിച്ചാ മാത്രം. അന്ന് അച്ഛന്റെ മേടെ കയറി ഇവൻ തന്നെ ആയിരിക്കും. തന്നെ തന്നെ ഇയാളുടെ കട നോക്കി വെച്ചിരിക്കായിരുന്നു. അപ്പോഴേക്കാണ് സാറന്മാര് വന്ന് എന്നെ പിടിച്ചത്. അള്ള കാത്ത്. ഇവൻ ഞങ്ങളുടെ സ്ഥിരം പുള്ളിയല്ലേ? എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ. ഇനി കൊണ്ടുപോകാമല്ലോ. കണ്ടില്ലേ? എടുക്കടാ. നിക്ക് സാറേ, നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഒരു കള്ളനെ പിടിച്ചതല്ലേ? ഒന്ന് നല്ലോണം കണ്ടോട്ടെ. ശരിയാ, ഞാനും കള്ളൻ പറഞ്ഞു വെക്കാന്നല്ലാതെ ഒരു കള്ളനെ ജീവനോടെ നേരിട്ടാണ് ഇന്ന് ആദ്യമായിട്ടാ. അത് കണ്ണാടി നോക്കാഞ്ഞിട്ടാ. മിണ്ടലടാ പന്നി. സാറേ, ഒരു ചായ കുടിച്ചിട്ടോ? അവര് വേണ്ട, ചായ ഒന്നും കുടിക്കണ്ട. എനിക്ക് തിരക്കൊന്നുമില്ല സാർ. ഇന്നലെ രാത്രി ശരിക്കും പേടിച്ചല്ലേ? ഞാൻ ഇന്നും വരും. അച്ഛനെങ്ങാനും അറിഞ്ഞ? ഓ, പിന്നെ നിന്റെ ഒരു അച്ഛനെങ്ങനെ പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ഇങ്ങനെ അരിഞ്ഞോ? ഓടിക്കോ ഓടിക്കോ. നമ്മളെ പാപ്പച്ചനാണല്ലോ. എന്റെ പൊന്നു മോനെ, നിനക്ക് എന്ത് പറ്റിയടാ? എടാ, നീ എന്റെ മോനെ എന്താ ചെയ്തത്? അയ്യോ, ഞാനും ചെയ്തില്ല. മോനെ, എന്താ പറ്റിയെന്ന് അത്തുക്കനോട് പറയും. എനിക്കൊന്നും മനസ്സിലായി. നിങ്ങളാരും ചോദിച്ചു എന്ത് പാപ്പച്ച? എന്ത്? എന്താന്ന് വെച്ചാ പാപ്പച്ചൻ എന്നോട് പറ. അയ്യോ, എന്റെ മോനെ, എന്റെ ഈശ്വര, വട്ടായി പോകുന്നു തോന്നുന്നു. എന്റെ കർത്താവേ, പിടിക്കവിടെ. കരയണ്ടാട്ടാ, ശരിയാക്കി തരാം. കാണി. എന്താ ചെയ്യാ? എന്റെ സൗണ്ട് ശരിയായി. അമ്മേ, വളരെ ഉപകാരടാ. ഇത്രയും നല്ല ചേർച്ചയുള്ള ജാതകം എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നാണ് ജോത്സ്യര് പറഞ്ഞത്. ഒക്കെ അവളുടെ ഭാഗ്യ. എണ്ണ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട. ഏറ്റവും ഒട്ടൊരു മുഹൂർത്തം അങ്ങനെ നിശ്ചയിക്കുക. നീ എന്താ മോളെ പറയുന്നേ? എനിക്കിപ്പോ കല്യാണം വേണ്ടമ്മ, എനിക്ക് ഇനിയും പഠിക്കണം. പഠിച്ചു നോക്കാൻ മതി അച്ഛൻ ഇപ്പൊ പറഞ്ഞില്ലേ? എനിക്ക് ഇനിയും പഠിക്കണം. വെറുതെ അച്ഛനോട് വാശി പഠിപ്പിക്കണ്ട. അച്ഛന്റെ സ്വഭാവം നിനക്കറിയാലോ. എന്താ ഇവിടെ? കരയല്ലേ? അവക്കിപ്പൊ കല്യാണം വേണ്ടത്രേ, ഇനിയും പഠിക്കണമെന്ന്. ഓ, പഠിച്ചിനി വലിയ കളക്ടർ ആവാൻ പോവല്ലേ? ഇത്രയും നല്ല കാര്യം നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ല. ഒക്കെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. നീ പറയണ അനുസരിച്ചാ മതി. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. തർക്കുത്തരം പറഞ്ഞാലല്ല കൊന്നുകളെ ഞാൻ. നിന്റെ സമ്മതം ഇവിടെ ആർക്ക് വേണോടി? വിളച്ചിലെടുത്താണല്ലോ നീ ഞാൻ അരിഞ്ഞുകളയും.
മാങ്ങ സത്യം. നീ ഒരൊറ്റ അവളെ ചീത്തയാക്കണത്. ആ ഒന്ന് വേഗം ആവട്ടാ. നല്ല ഒന്നാം തരം തറവാടാ. ഇട്ടുകൂടാൻ ആവശ്യത്തിന് പണം ഒക്കെ അവളുടെ ഭാഗ്യ. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. തറവാടും തമ്മിലല്ലേ ചേരൂ. ഇനി 3 ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതാണ് പ്രശ്നം. 100 കൂട്ടക്കാരും കൂടി ചെയ്തു തീർക്കാനുണ്ട്. കുറിയൊക്കെ അടിച്ചു കിട്ടി. ഡാ കുറച്ച് കുറി നിന്നെ ഏൽപ്പിക്കാം. അതെല്ലായിടത്തുനിന്ന് എത്തിക്കണേ. നിന്റെ പേരിൽ ഒരു എഴുതിയെടുത്തോ. അല്ലെങ്കിൽ വേണ്ട, വെറുതെ എന്തിനാ ഒരു കാർഡ് കളയണേ. ആ പിന്നെ 1-2 ദിവസം മുമ്പ് തന്നെ നീ അങ്ങ് പോരെ. ഒരൊറ്റ പണിക്കാരെ കിട്ടാനില്ല. പണിക്ക് ആള് വേണേ. പിന്നെ എവിടെ നോക്കിട്ടാടാ ചെരക്കണേ കഴുതേ. ശരിയാക്കിക്കോളാം. ഈ അവസ്ഥയിൽ എന്നെ ആരെങ്കിലും കണ്ട ധർമ്മം തരും. അയ്യോ അയ്യോ. ഇത് എന്ത് പറ്റി പാപ്പച്ച? എന്തു പറ്റിന്നുള്ളത് വീട്ടിൽ ചെന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ കുമാരൻ അവിടെ പോയി. അവനെ നല്ല സുഖമില്ലാന്നും പറഞ്ഞ് നേരത്തെ കട അടച്ചു പോയി. അവളെനിക്ക് കൈവിട്ട് പോയടാ. ഒരുപാട് മോഹിച്ചിട്ടിപ്പോ. നീ ഇങ്ങനെ കുട്ടികളെ പോലെ ആയാലും എങ്ങനെയാ? ഞാനല്ലാതെ അവളുടെ കഴുത്തിൽ വേറെ ആരെങ്കിലും താലി കിട്ടിയ അവളന്ന് ആത്മഹത്യ ചെയ്യും. എനിക്കത് ഉറപ്പാ. നിന്റെ വർത്തമാനം കേട്ടതൊന്നും ലോകത്ത് അവള് മാത്രമേ പെണ്ണുള്ളൂ. എല്ലാം നിനക്കറിയാലോ. കുഞ്ഞുനാൾ മുതല് ഇതുവരെയുള്ളതെല്ലാം. എനിക്ക് അവളെ നഷ്ടപ്പെടാൻ പാടില്ല പാപ്പച്ച. അവളെനിക്ക് വേണം. ഛേ, നീ എന്തെങ്ങനെ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? നീ വിളിച്ച അവൾ ഇറങ്ങി വരുമോ? 100 വട്ടം. എന്നാ പിന്നെ ഒരു വഴിയുള്ളൂ. രാത്രി പോയി പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരാം. നാളെ പോയി രജിസ്റ്റർ ചെയ്യാം. നീ പേടിക്കണ്ടടാ, ധൈര്യമായിട്ട് ചെയ്യ്. നിനക്ക് ഞങ്ങളില്ലടാ. ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. ഇല്ല. ആ എന്നാ നീ പോയിക്കോ. പണിക്കൊരു വാർപ്പ് തന്നില്ല. തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ല എന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. കഴിവറ മോളെ ഓടിവിടെ. ഇവരെന്റെ മോളുടെ തൊട്ടുപോരുത്. ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്കും കൂടി ഇഷ്ടണ്ടായിട്ടില്ല അവൾ ഇറങ്ങിപ്പോന്നെ. ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്നറിയോ നിങ്ങക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൊണ്ട് നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്ത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ടിപ്പോ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണി ചോദിക്കട തന്തയില്ലാത്തോനെ.
അടിയൂടെ ഞാൻ ശരിയാക്കി തരാം. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു അമ്മയുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുക, എന്നെ തന്നില്ലാത്തൊന്ന് വിളിച്ച് ഇതിലും ഭേദം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാം. പറയാൻ വയ്യെങ്കിൽ വേണ്ടമേ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനവും പേറി ഒരു പിഴച്ചുപെട്ട സന്തതിയെ ജീവിച്ചോളാം. നൊന്ത് പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്. എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയ ഈ ലോകത്ത് എനിക്കിന് വേറെ ആരും ഉണ്ടാവില്ല അമ്മ. എന്നാലും ഒരാഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ. നിന്റെ അച്ഛനെ അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. ഇല്ല, സത്യം. ഇവിടെ ആവുമ്പോ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറിനോടൊന്ന് പറയണം. ശരി തമ്പ്ര. ഇപ്പോഴല്ല, നാളെ. തമ്പ്ര, 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 പോലീസ് നാട് നീളെ തരുന്നുണ്ട്. തമ്പ്രാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും ഇറങ്ങില്ലേ. മോളെ, തല പോയാലും തമ്പ്രാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ.
അമ്മേ അമ്മേ